ചില സിനിമകൾ കണ്ടു കഴിയുമ്പോൾ നമ്മൾ ഹാപ്പി ആവും, ചിലത് കാണുമ്പോൾ നമ്മൾ കരയും, വേറെ ചിലത് നമ്മളെ പേടിപ്പിക്കും, ചിലത് നമ്മളെ ഇൻസ്പയർ ചെയ്യും. പിന്നെ ചിലതുണ്ട്, ഈ ഒരു കൈൻഡ് ഓഫ് മൂവീസ് കണ്ടു കഴിയുമ്പോൾ കാണുന്നവരുടെ കണ്ണും മനസ്സും നിറയും. അതുപോലൊരു സിനിമയാണ് വണ്ടർ. സ്റ്റീവൻ കോർനാഡ്, ജാക്ക് തോൺ എന്നിവരുമായി ചേർന്ന് തിരക്കഥ എഴുതി സ്റ്റീഫൻ ചോസ്കി സംവിധാനം ചെയ്ത് 2017 പുറത്തിറങ്ങിയ ഒരു അമേരിക്കൻ ഫാമിലി ഡ്രാമ ചിത്രമാണ് വണ്ടർ. RJ പലാസിയോയുടെ 2012 നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ട്രീച്ചർ കോളിൻ സിൻഡ്രോം എന്ന ജനറ്റിക് ഡിസോർഡർ ആയിട്ട് ജനിച്ചൊരു കുട്ടിയാണ് ഓഗി. ജനനശേഷം 27 സർജറീസാണ് അവന് വേണ്ടി നടത്തേണ്ടി വന്നത്. 27 ശസ്ത്രക്രിയകൾ കഴിഞ്ഞിട്ടും സാധാരണ കുട്ടികളെ പോലെയല്ല ഓഗിയുടെ മുഖം. അതുവരെ വീട്ടിലിരുന്ന് പഠിപ്പിച്ചിരുന്ന ഓഗിയെ ആദ്യമായിട്ട് ഒരു സാധാരണ സ്കൂളിലേക്ക് 5ാം ക്ലാസ്സിൽ ചേർക്കുകയാണ്. അവിടെ അവൻ നേരിടുന്ന വെല്ലുവിളികളാണ് സിനിമയുടെ കാതൽ. ആദ്യമൊക്കെ ഓഗി തൻ്റെ മുഖം മറയ്ക്കാൻ എപ്പോഴും ഒരു ആസ്ട്രോനട്ടിൻ്റെ ഹെൽമെറ്റ് ധരിക്കാറുണ്ട്. അത് മാറ്റി ആദ്യമായി സ്കൂളിലേക്ക് പോകുമ്പോൾ അവൻ അനുഭവിക്കുന്ന ഭയവും ചുറ്റുമുള്ളവരുടെ തുറിച്ചുനോട്ടങ്ങളും കാണുമ്പോൾ കാണുന്നവരെ ഏറെ സങ്കടപ്പെടുത്തും. അത് ഓഗിക്ക് സ്കൂളിൽ ജാക്ക് എന്നൊരു ഫ്രണ്ടിനെ കിട്ടുന്നുണ്ട്. എന്നാൽ ഹാലോവീൻ ഡേയിൽ ജാക്ക് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഓഗിയെ കളിയാക്കുന്നത് അവൻ കേൾക്കാനിടയാകും. താൻ ഏറ്റവും വിശ്വസിച്ചൊരു ഫ്രണ്ട് അങ്ങനെ പറയുന്ന കേട്ടപ്പോൾ ഓഗിക്ക് അതിലേറെ സങ്കടമാവുന്നുണ്ട്. മനസ്സ് നീറിയാണ് അവൻ ഓരോ ദിവസവും സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തിയിരുന്നത്. അവിടെ അവൻ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ കേട്ട് ഓഗിയുടെ കുടുംബം അവനെ ആ വിഷമഘട്ടങ്ങളിലൊക്കെ തരണം ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. കുടുംബം, അധ്യാപകർ, സുഹൃത്തുക്കൾ, സമൂഹം ഇവരൊക്കെ ഒരു കുട്ടിയുടെ വളർച്ചയിൽ ഏതൊക്കെ രീതിയിലാണ് സ്വാധീനിക്കുന്നതെന്ന് ചിത്രം പറഞ്ഞു വെക്കുന്നു. ഈ സിനിമയിൽ ഓഗിയുടെ ഫ്രണ്ട് സമ്മർ പറയുന്ന ഒരു കാര്യമുണ്ട്: വെൻ ഗിവൺ ദ ചോയ്സ് ബിറ്റ്വീൻ ബീങ് റൈറ്റ് ഓർ ബീങ് കൈൻഡ്, ചൂസ് കൈൻഡ്. അതെ, മറ്റൊരാൾ കടന്നു പോകുന്ന കാര്യങ്ങൾ അറിയാത്ത പക്ഷം എല്ലാവരോടും കൈൻഡ് ആയിട്ടിരിക്കുക. ഇതേപോലെ സിനിമയുടെ ഒരു പോയിന്റിൽ ഓഗി ഫാദറിൻ്റെ അടുത്ത് "ആം ഐ അഗ്ലി ഡാഡ്" എന്ന് ചോദിക്കുന്നുണ്ട്. എത്രത്തോളം കളിയാക്കലുകൾ വെറും ഒരു 5ാം ക്ലാസ്സുകാരെ ഫേസ് ചെയ്തെന്ന് ആ ഒരു സീനിൽ അവൻ്റെ ഫാദറിന് മനസ്സിലാവുന്ന പോലെ പ്രേക്ഷകന് മനസ്സിലാവുന്നുണ്ട്. സിനിമയുടെ അവസാനം ഓഗിയുടെ മുഖത്തിനപ്പുറമുള്ള ഭംഗി തിരിച്ചറിഞ്ഞ് സ്കൂൾ അധികൃതർ അവന് പുരസ്കാരം നൽകുന്നു. ഓരോ കുട്ടിയോടും "യു റിയലി ആർ എ വണ്ടർ, യു ആർ ഡൂയിങ് ഗുഡ്" എന്നൊക്കെ പറയുന്ന എത്ര മാതാപിതാക്കൾ ഉണ്ടായിരിക്കും. ആ വാക്കുകൾ അവരിൽ തീർക്കുന്ന പോസിറ്റീവ് വൈബ് എത്രമാത്രമായിരിക്കുമെന്നാണ് ചിത്രം പറഞ്ഞു വെക്കുന്നത്. ഒരു ചെറു പുഞ്ചിരിയോടെ, ഒരു കണ്ണീരോടെ അല്ലാതെ വണ്ടർ കണ്ടു തീർക്കാനാവില്ലെന്നുറപ്പ്. കാണുന്നവൻ്റെ കണ്ണും മനസ്സ് നിറയ്ക്കുന്ന എന്തൊക്കെയോ ആ സിനിമയിലുണ്ട്.